ഈ സ്കൈ ഹൈ മൂവിയുടെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിനു ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. ശേഷം കാണിക്കുന്നത് വില്ലിൻ്റെ സ്കൂളാണ്. അവിടുത്തെ സീനിയർ പിള്ളേരെ ബസ് ഡ്രൈവറിൻ്റെ തൊപ്പി കൈക്കലാക്കി അദ്ദേഹത്തെ വട്ടം കറപ്പിക്കുന്നു. നിൻ്റെയൊക്കെ പ്രായോടെ ഞാൻ, എന്നെ ഒന്ന് ബഹുമാനിക്കെങ്കിലും ചെയ്യടാന്ന് ഡ്രൈവറും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വില്ല് അവിടേക്ക് വന്ന് ആ തൊപ്പി തിരിച്ചു കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അവർ കാണിച്ചത് എന്തെന്നാൽ തൊപ്പിയെടുത്ത് ചെടിയിലേക്ക് എറിഞ്ഞു. പിന്നീട് വില്ല് കഴിക്കാൻ വേണ്ടി മെസ്സിൽ ആഹാരം കൊണ്ടുപോകുമ്പോൾ ഇലാസ്റ്റിക് കൈയുള്ളവൻ വില്ലിൻ്റെ കാലിനെ തട്ടി മാറ്റുന്നു. അങ്ങനെ അവൻ്റെ കയ്യിലുള്ള ആഹാരം മുമ്പിലിരുന്ന വാരൻ ബീസിൻ്റെ ദേഹത്ത് വീഴുകയാണ്. തൻ്റെ അച്ഛനെ ജയിലിലാക്കിയത് വില്ലിൻ്റെ അച്ഛനായതിനാലും അതിൻ്റെ ദേഷ്യം മുന്നേ ഉള്ളതുകൊണ്ടും വാരൻ ബീസ് തൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് കയ്യിൽ തീ വരുത്തി വില്ലിനെ ആക്രമിക്കുന്നു. ഒരു സൂപ്പർ പവർ പോലുമില്ലാത്ത അവൻ തൻ്റെ കയ്യിലിരുന്ന പ്ലേറ്റ് കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ടേബിളിൻ്റെ അടിയിലിരിക്കുമ്പോൾ മുകളിൽ നിന്നും തീയെറിഞ്ഞ് വീണ്ടും അവൻ ആക്രമിക്കുകയാണ്. പിന്നെ നടന്നത് അത്ഭുതം. വില്ല് നിഷ്പ്രയാസം അവനെയും ടേബിളിനെയും പൊക്കിയെടുത്ത് ദൂരേക്ക് എറിയുകയാണ്. കലി കൊണ്ട വാരൻ ബീസ് തൻ്റെ പവറെല്ലാം ഉപയോഗിച്ച് കൊല്ലാനുള്ള പുറപ്പാടിൽ വരുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വില്ല് അവനെ ഇടിച്ചില്ലാതാക്കുകയാണ്. ശേഷം പ്രിൻസിപ്പൽ വന്ന് അവർ രണ്ടുപേർക്കും ഒരു വാർണിംഗ് ലെറ്റർ കൊടുക്കുന്നു. അങ്ങനെ വില്ലിന് തൻ്റെ അച്ഛനെപ്പോലെ ഒരു സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നു. സൂപ്പർ പവർ കിട്ടിയ സന്തോഷത്തിൽ വില്ല് വീട്ടിലേക്ക് ചെന്ന് ഡോറ് തുറക്കുന്നതും ഡോറ് പൊട്ടി കയ്യിൽ വരുന്നു. അച്ഛനും അമ്മയും ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നു. അവനോടി അവൻ്റെ അമ്മയെ പൊക്കിയെടുക്കുമ്പോൾ നീ എന്തിനാണ് വാരൻ ബീസിനെ ആക്രമിച്ചതെന്ന് ചോദിക്കുന്നു. ഞാനല്ല, അവനാണ് ഫസ്റ്റ് എന്നെ ആക്രമിച്ചതെന്ന് വില്ലും തിരിച്ചു പറയുന്നു. എന്തായാലും നീ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അതൊക്കെ അമ്മയുടെ മുമ്പിൽ കാണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയമായിരുന്നു. സൂപ്പർ പവർ കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം വില്ലിനെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ റോബോട്ട് ക്യാമറയിൽ കൂടെ ഇവരുടെ നാശത്തിന് കാരണക്കാരാവാൻ പോകുന്നവർ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ വില്ലിനൊരു നോട്ടീസ് എത്തുകയാണ്. സൂപ്പർ പവർ കിട്ടിയതിനാൽ സൈഡ് കിക്ക് ക്ലാസ്സിൽ നിന്നും മാറി സൂപ്പർ ഹീറോ ക്ലാസ്സിലേക്ക് പോകാനുള്ളതായിരുന്നു അത്. സന്തോഷമുള്ള കാര്യമാണെങ്കിലും തൻ്റെ കൂട്ടുകാരെ വിട്ടുപോയതിനാൽ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു വില്ലിന്. അവിടെ വെച്ച് ജുവനെ അവൻ കാണുന്നു. അങ്ങനെ അവളുടെ അടുക്കൽ പോയി ഇരിക്കുകയാണ്. ഇവളുടെ സൂപ്പർ പവർ എന്തെന്നാൽ മൈൻഡ് ഉപയോഗിച്ച് ടെക്നോളജിയെ കൺട്രോൾ ചെയ്യാം. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പുതിയ കൂട്ടുകാരോടൊപ്പം വില്ലിരിക്കുമ്പോൾ തൻ്റെ സൈഡ് കിക്ക് ക്ലാസ്സിലെ പഴയ കൂട്ടുകാർ വരുന്നത് കണ്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കും, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് അവൻ പറയുന്നു. ആ നേരം പുതിയ ബാച്ചിലെ ഒരു പെണ്ണ് അവർ വന്നിരിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് ആളെണ്ണം കൂട്ടുകയാണ്. ഇത് കണ്ട് വില്ലിനാകെ സങ്കടവുമായി. ശേഷം വില്ല് ലൈലയ്ക്ക് ഇനി എന്നോട് എന്തെങ്കിലും വിരോധം കാണുമെന്ന് കരുതി അവളെ ചെന്ന് കാണുന്നു. ഒപ്പം ഇന്ന് നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡിന്നർ വെളിയിൽ നിന്നും കഴിക്കാമെന്ന് അവളോട് പറഞ്ഞു. എന്നാൽ അതിന് ലൈല സമ്മതവും കൊടുത്തു. അപ്പോഴാണ് സീനിയർ പിള്ളേർ അവൻ്റെ പഴയ കൂട്ടുകാരെ റാഗിങ് ചെയ്യുന്നത് അവൻ കാണാനിടയായത്. പെട്ടെന്ന് അവൻ അവിടെ ചെന്ന് അതിലിടപെട്ട് അവരെ രക്ഷപ്പെടുത്തി. നിനക്ക് സൂപ്പർ പവർ കിട്ടിയെന്ന് കരുതി നീ കൂടുതൽ മുട കാണിക്കണ്ട, നമുക്ക് ഡമ്മി ഗെയിമിൽ വെച്ച് കാണാമെന്ന് അവന്മാരെ വില്ലിനെ വെല്ലുവിളിച്ചു. അങ്ങനെ ഡമ്മി ഗെയിം ആരംഭിക്കുകയാണ്. ഡമ്മി ഗെയിം എന്താണെന്ന് വെച്ചാൽ 2 ടീം ഉണ്ടാകും. ഒന്ന് സൂപ്പർ ഹീറോ ടീമും മറ്റൊന്ന് സൂപ്പർ വില്ലൻ ടീമും. സൂപ്പർ ഹീറോ ടീമിൽ വില്ലും വാരൻ ബീസുമാണ്. സൂപ്പർ വില്ലൻ ടീമിൽ സ്പീഡും ലാഷും. അവിടെയുള്ള ഗ്രൈൻഡർ മെഷീനിൽ ഒരു ഡമ്മിയെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. 3 മിനിറ്റ് സമയമുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഡമ്മി ഗ്രൈൻഡറിൽ വീണ് ചിതറിപ്പോകും. അതിന് മുന്നേ തന്നെ സൂപ്പർ ഹീറോ ടീം അതിനെ രക്ഷിച്ചിരിക്കണം. എന്നാൽ സൂപ്പർ വില്ലൻ ടീം ഡമ്മിയെ രക്ഷിക്കാൻ സമ്മതിക്കാതെ ഇവരെ തടുക്കുകയും വേണം. ഇതാണ് ഗെയിം. അങ്ങനെ ഗെയിം സ്റ്റാർട്ടാവുന്നു. സ്പീഡ് വില്ലിനെയും വാരൻ ബീസിനെയും തട്ടിത്തെറിപ്പിക്കുന്നു. ശേഷം അവൻ്റെ ഇലാസ്റ്റിക് കൈകൊണ്ട് വാരൻ ബീസിനെ ചുറ്റി വളയുന്നു. എന്നാൽ അവൻ തൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവൻ്റെ കൈയിനെ നിഷ്പ്രയാസം മാറ്റുന്നു. ഇവിടെയാണെങ്കിൽ വില്ല് എത്ര ശ്രമിച്ചിട്ടും ഡമ്മിയുടെ അടുത്തേക്ക് ചെല്ലാൻ സ്പീഡ് അനുവദിക്കുന്നില്ല. അവസാനം വില്ല് തൻ്റെ ശക്തി ഉപയോഗിച്ച് അവിടുത്തെ തറ മുഴുവൻ ഇടിച്ചു പൊട്ടിക്കുന്നു. തുടർന്ന് ലാഷിനെ അവൻ്റെ കൈകൾ വെച്ച് തന്നെ കെട്ടിയിടുന്നു. എന്നാൽ ഇവിടെ വാരൻ ബീസിൻ്റെ മുമ്പിൽ സ്പീഡ് ചുറ്റിനുമായി ഓടുകയാണ്. അതിനാൽ തന്നെ അവനിക്ക് ശ്വാസം മുട്ടാനും തുടങ്ങുന്നു. ഇത് കണ്ട വില്ല് നിഷ്പ്രയാസം തന്നെ അവനെ പിടിച്ച് ലാഷിൻ്റെ ദേഹത്തേക്ക് എടുത്ത് എറിയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ മറിഞ്ഞടിച്ച് വീഴുകയാണ്. എന്നിട്ട് വില്ല് വാരൻ ബീസിനെ എടുത്ത് ഡമ്മിയുടെ നേർക്ക് എറിയുന്നു.
അതോടെ വാരൻ പീസ് ഡെമ്മിയുമായി ഗ്രൈൻഡറിൻ്റെ അടുക്കൽ നിന്നും അപ്പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അങ്ങനെ സൂപ്പർ ഹീറോ ടീം അവിടെ വിജയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ആ സ്കൂളിൽ സീനിയേഴ്സിനെ തോൽപ്പിച്ച് ജൂനിയേഴ്സ് ജയിക്കുന്നത്. ഇതോടുകൂടി ഇവർ രണ്ടുപേരും അവിടെ വലിയ ഫേമസുമാവുന്നു. അന്ന് ദിവസം രാത്രി വില്ല് ലൈലയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ വീട്ടിൽ സർപ്രൈസായി ജുവൻ കടന്നു വരികയാണ്. എന്നിട്ട് അവൻ്റെ അമ്മയെയും അച്ഛനെയും പരിചയപ്പെടുന്നു. ശേഷം അവരെല്ലാം ഒരുമിച്ച് വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കാനും തുടങ്ങുന്നു. ലൈല റെസ്റ്റോറൻറ്റിൽ തന്നെയും കാത്തിരിക്കുന്ന വിവരം വില്ല് മറന്നു പോവുകയാണ്. അങ്ങനെ ലൈല റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ വാരൻ പീസ് അവളുടെ അടുത്ത് വന്ന്, നീ കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവൾ മറുപടി കൊടുക്കുന്നു. ഇവൻ ഇവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയാണ്. ശേഷം അവർ രണ്ടുപേരും തമ്മിൽ കൂടുതൽ പരിചയപ്പെട്ട് സംസാരിക്കുന്നു. പിറ്റേന്ന് സ്കൂൾ ബസ് കാത്തു നിൽക്കുമ്പോൾ വില്ല് ലൈലയുടെ അടുത്ത് വന്നിട്ട്, ഇന്നലെ വരാൻ പറ്റാത്തതിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അതിനു മുന്നേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അത് സ്കൂളിലെ വലിയ പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യമാണെന്ന് വില്ല് പറയുന്നു. അതും ഞാൻ ജുവൻ്റെ കൂടെയാണ് പോകുന്നത്. സൂപ്പർ ഹീറോ ക്ലാസ്സിലെ ഏറ്റവും അടിപൊളി പെണ്ണിൻ്റെ കൂടെയാണെന്നും പറയുന്നു. ഇത് കേട്ട് ലൈലയ്ക്ക് ആകെ വിഷമം തോന്നിയെങ്കിലും അത് നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞ് ലൈല വില്ലിനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ സ്കൂൾ ബസ് വരികയും അവർ പോകുന്ന വഴിക്ക് വില്ല് ലൈലയോട്, നീ ആരുടെ കൂടെയാണ് പാർട്ടിക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം കുറെ തപ്പിപ്പിടിച്ചെങ്കിലും അവസാനം അവൾ, ഞാൻ വാരൻ പീസിനോടൊപ്പമാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ വില്ലിനാകെ ദേഷ്യവും വിഷമവുമാവുന്നു. അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്, നിനക്കത് അറിയില്ലേ, അവനോടൊപ്പം തന്നെ നിനക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ലൈല അത് മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ലഞ്ച് ടൈം ആകുമ്പോൾ ലൈല വാരൻ പീസിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഒപ്പം അവളുടെ കൂട്ടുകാരും വന്നിരിക്കുന്നു. അപ്പോഴാണ് അതുവഴി വില്ല് നടന്നു പോകുന്നത്. വില്ലിനെ അസൂയപ്പെടുത്താൻ വേണ്ടി ലൈല വാരൻ പീസിനോട് ഭയങ്കരമായി കളിച്ചും ചിരിച്ചും സംസാരിക്കുകയാണ്. ഇത് കണ്ടതോടെ വാരൻ പീസിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ അങ്ങോട്ടെല്ലാം വില്ലിനെ കാണിക്കാൻ വേണ്ടി ലൈല വാരൻ പീസിനോട് കൂടുതൽ അടുത്ത് സംസാരിക്കുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞതോടെ വാരൻ പീസ് അതിന് വഴങ്ങുന്നില്ല. ശേഷം ഒരു ദിവസം വില്ല് തൻ്റെ വീട്ടിൽ തൻ്റെ സ്കൂളിലുള്ള എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുന്നു. എല്ലാ കുട്ടികളും വീട്ടിനകത്ത് സന്തോഷത്തോടെ സമയങ്ങൾ ചിലവഴിക്കുകയാണ്. അപ്പോഴാണ് ജുവൻ വില്ലിനോട് വന്നിട്ട്, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നത്. എന്നാൽ വില്ല് അവളെയും കൂട്ടി പോയത് തൻ്റെ അച്ഛൻ്റെ സീക്രട്ട് റൂമിലേക്കാണ്. ഇതിനകത്ത് ആരെയും കയറ്റരുത്, ഇങ്ങനെ ഒരു റൂം പോലും ഉണ്ടെന്ന് ആരെയും അറിയിക്കരുതെന്നാണ് അച്ഛൻ വില്ലിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ജുവനെയും കൊണ്ട് അവൻ അകത്ത് കയറി. ശേഷം അവർ റൊമാൻറ്റിക്കായി കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് അവിടെ വെച്ചിരുന്ന അവൻ്റെ അച്ഛൻ്റെ ക്ലാസിഫയർ ഗൺ എടുത്തുകൊണ്ട് പോവുകയാണ്. ജുവൻ പറഞ്ഞിട്ടാണ് സ്പീഡ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ ഞാനൊരു ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വില്ല് പോകുന്നു. അപ്പോഴേക്കും ലൈല വില്ലിനെ നോക്കി വീട്ടിനകത്തേക്ക് വരികയാണ്. അത് കണ്ടതോടെ ജുവൻ അവളോട്, നീ എന്തിനാ അവനെ അന്വേഷിച്ച് വരുന്നത്, അവനിക്ക് നിന്നെ വേണ്ട, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നു. ആ സമയം വില്ല് അവിടെ എത്തുന്നു. തുടർന്ന് ലൈല വില്ലിനെ ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. വില്ല് കാര്യമെന്താണെന്ന് തിരക്കുമ്പോൾ ജുവൻ പറയും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീയൊരു സൂപ്പർ ഹീറോ, അവളൊരു സൈഡ് കിക്കും, പിന്നെന്തിനാ അവൾ നിന്റെ പിന്നാലെ വരുന്നത്, നിനക്ക് പുതിയ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഇല്ലേ എന്ന് പറയുമ്പോൾ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവളെൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിയാണെന്ന് വില്ല് പറയുന്നു. തുടർന്ന്, ഇനി നിന്നോട് പാർട്ടിക്കെന്നല്ല ഒരു കാര്യത്തിനും നിന്റെ ഒപ്പം ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പാർട്ടിയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് വില്ല് പറയും. അപ്പോഴേക്കും അവൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തുകയാണ്. നമ്മളൊന്ന് യൂറോപ്പ് വരെ പോയിട്ട് വന്നപ്പോൾ നീ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി ആഘോഷിക്കുകയാണല്ലേ എന്നവർ പറയുകയും ശേഷം ഞാൻ 3 വരെ എണ്ണും, അതിനകത്ത് എല്ലാവരും ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് വില്ലിൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ അലറുകയാണ്. അതോടെ എല്ലാവരും പേടിച്ച് അവിടുന്ന് സ്ഥലം കാലിയാക്കുന്നു. ശേഷം കാണിക്കുന്നത് വില്ല് റെസ്റ്റോറൻറ്റിൽ ലൈലയും കാത്തിരിക്കുന്നതാണ്. അവൻ എത്ര വിളിച്ചിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും അവിടെ വാരൻ പീസ് വരുന്നു. നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലൈലയെ കാത്തിരിക്കുന്നതാണെന്ന് പറയും. നിന്റെ കൂടെയാണോ പാർട്ടിക്ക് ലൈല വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് വാരൻ പീസും മറുപടി പറയും. പിന്നീട് കാണിക്കുന്നത് അവരുടെ സ്കൂളിൽ നടക്കുന്ന ആ വലിയ പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് വില്ലിൻ്റെ അച്ഛനും അമ്മയുമാണ്.
വീട്ടിൽ വെച്ച് വില്ലിനോട് അവൻ്റെ അമ്മ വന്ന് നീ എന്താ പാർട്ടിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മൂടില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അപ്പം അവനിക്കൊരു ആൽബം കൊടുത്തിട്ട് നിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ നീ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. തുടർന്ന് അവൻ ആൽബം നോക്കുമ്പോൾ സ്കൈ ഹൈ സ്കൂളിൽ പഠിച്ച മുമ്പത്തെ സ്റ്റുഡൻസുകളെ കാണിക്കുന്നു. അതിലൊരു ലേഡിക്ക് ജുവൻ്റെ മുഖം പോലെ ഇരിക്കുന്നത് അവന് തോന്നുന്നു. തൊട്ടടുത്ത പേജിൽ നോക്കുമ്പോൾ വില്ലിൻ്റെ അച്ഛൻ സൂപ്പർ വില്ലൻ്റെ കയ്യിൽ നിന്നും ഫൈറ്റ് ചെയ്തു കൊണ്ടുവന്ന ക്ലാസിഫയർ ഗണ്ണുമായി നിൽക്കുന്ന ആ ലേഡിയെ കാണുന്നു. അപ്പോഴാണ് വില്ലിന് മനസ്സിലാവുന്നത് തൻ്റെ അച്ഛൻ പറഞ്ഞ റോയൽ പെയിൻ എന്ന സൂപ്പർ വില്ലൻ ഇവളാണെന്ന്. എന്നാൽ ഇവളുടെ മകളായിരിക്കണം ജുവൻ എന്നും വില്ലിന് മനസ്സിലാവുന്നു. തുടർന്ന് അവൻ സീക്രട്ട് റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ക്ലാസിഫയർ ഗണ്ണ് കാണുന്നില്ല. അതോടെ വില്ല് തനിക്കും തൻ്റെ കുടുംബത്തിനും പറ്റിയ ചതി മനസ്സിലാക്കി. എന്നാൽ സ്കൂളിൽ ഇവിടെ പാർട്ടി നടക്കുകയാണ്. ഏവരെയും വെൽക്കം ചെയ്യാനെത്തുന്നത് ജുവനാണ്. പെട്ടെന്നാണ് അവൾ തൻ്റെ വേഷം മാറി തനി സ്വഭാവം അവരുടെ മുമ്പിൽ കാണിക്കുന്നത്. ആ ക്ലാസിഫയർ ഗണ്ണ് ഉപയോഗിച്ച് വില്ലിൻ്റെ അച്ഛനെ അവൾ ഒരു ബേബിയാക്കി മാറ്റി. തുടർന്ന് അവിടെയുള്ള പ്രിൻസിപ്പളിനെയും ഒട്ടുമിക്കവരെയും ബേബികളാക്കി മാറ്റുന്നു. പുറത്തു കടക്കാതിരിക്കാൻ വേണ്ടി ഡോറുകളെല്ലാം ലോക്കും ചെയ്യുന്നു. പക്ഷേ വേരൻ ബീസും ലൈലയും ബാക്കി കൂട്ടരും പുറത്തു കടക്കാനുള്ള ഒരു വഴി അതിനകത്ത് നിന്നും കണ്ടെത്തി. ഇതേ നേരം കൊണ്ട് എല്ലാവരെയും രക്ഷിക്കാനായി വില്ല് സ്കൂളിലും എത്തുന്നു. അങ്ങനെ അവരെ വില്ല് കണ്ടെത്തുകയാണ്. അപ്പോഴേക്കും സൂപ്പർ വില്ലന്മാർ സ്റ്റുഡൻസ് അവർക്ക് നേരെ എത്തിക്കഴിഞ്ഞു. ഇവരെയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വേരൻ ബീസ് പറഞ്ഞ് വില്ലിനെ ജുവനെ തടുക്കാൻ പറഞ്ഞയക്കുന്നു. പിന്നെ ഇരുകൂട്ടരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. സൂപ്പർ ഹീറോസും സൂപ്പർ വില്ലന്മാരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. ഫ്ലബ്ബറായി മാറുന്ന ചെറുക്കൻ സ്പീഡിനെ തന്ത്രപൂർവ്വം നിലം തെറ്റിക്കുന്നു. വില്ല് ജുവനെ തടുക്കാനുള്ള ശ്രമത്തിലാണ്. വേരൻ ബീസ് തീ ഉപയോഗിച്ച് സ്പീഡിനെ മതിലിൽ സ്റ്റിക്കറാക്കുന്നു. ലാഷ് ബാത്റൂമിൽ തിരയുന്ന സമയം മുകളിൽ നിന്നും ഫ്ലബ്ബർ ചെറുക്കൻ ലാഷിൻ്റെ തലയെ ക്ലോസറ്റിൽ ചവിട്ടി ഫ്ലഷ് ചെയ്യുന്നു. ലൈലയെ ഇരട്ടകളാവാൻ കഴിവുള്ള മൊടപ്പെണ്ണ് ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ അവളുടെ സൂപ്പർ പവർ ഉപയോഗിക്കുകയാണ്. ലൈലയ്ക്ക് ചെടികളെയും മരങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും. അതുപയോഗിച്ച് മൊടപ്പെണ്ണിനെ കെട്ടിയിടുന്നു. തുടർന്ന് ഈ വില്ലൻസ് പറയും റോയൽ പെയിന് ഈ സ്കൂളിൽ നിലനിൽക്കുന്ന ഗ്രാവിറ്റി തകർക്കാൻ പോവുകയാണ്, അതിനി 10 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂവെന്ന്. അങ്ങനെ ലൈലയും കൂട്ടരും സ്കൂളിൻ്റെ മാപ്പ് എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് ഗ്രാവിറ്റി നിലനിൽക്കുന്ന റൂം അന്വേഷിക്കുന്നു. പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴികളെല്ലാം റോയൽ പെയിൻ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അതിനകത്തേക്ക് പോകാനുള്ള ഒരു തുരങ്കം അവർ കണ്ടുപിടിക്കുകയും അതിനായി കൂട്ടത്തിലുണ്ടായിരുന്ന എലിയായി മാറാൻ പറ്റുന്ന സൂപ്പർ പവറുള്ള ഒരു ലേഡി ആ തുരങ്കത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അകത്ത് റോയൽ പെയിനും വില്ലും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. റോയൽ പെയിനിൻ്റെ ഒരിടിയിൽ വില്ല് കണ്ണാടി പൊട്ടി സ്കൂളിന് വെളിയിലേക്ക് താഴേക്ക് തെറിച്ചു വീഴുന്നു. അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വില്ല് പറന്ന് അവൾക്ക് നേരെ വരുന്നത്. അവൻ്റെ അമ്മയുടെ സൂപ്പർ പവർ അവനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. അവൻ അവളെ ഇടിച്ച് വീഴ്ത്തുന്ന സമയം ഗ്രാവിറ്റി സിസ്റ്റം കണക്ട് ചെയ്ത ഒരു ബട്ടൺ അവൾ ഞെക്കുന്നു. അതോടെ ആൻറ്റി ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് സ്കൂൾ താഴോട്ട് കുതിക്കുന്നു. വില്ല് സ്കൂളിനെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനിക്കതിന് സാധിച്ചില്ല. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ ഗ്രാവിറ്റി റൂമിലേക്ക് പോയ നമ്മുടെ പെണ്ണ് അതിൽ കണക്ട് ചെയ്ത വയറിനെ കടിച്ചു മുറിക്കുന്നു. അതുകൊണ്ട് ഗ്രാവിറ്റി വീണ്ടും നിലനിൽക്കുകയും വില്ല് സ്കൂളിനെ പൊക്കിയെടുത്ത് പഴയതുപോലെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ശേഷം റോയൽ പെയിന് ബേബികളാക്കിയ എല്ലാവരും പഴയതുപോലെ തിരിച്ചാകുന്നു. തുടർന്ന് ഈ സൂപ്പർ വില്ലന്മാരെയെല്ലാം അവർ ഒരു റൂമിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പാർട്ടി പഴയതുപോലെ സന്തോഷത്തോടെ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. വില്ലും ലൈലയും ഒരുമിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.